മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സർവ്വ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 36 മുതൽ 50 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ ഫരിസേയരിൽ ഒരുവൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായിട്ട് കടന്നു ചെല്ലുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കരഞ്ഞ് അവളുടെ കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള തൈലുമൊക്കെ കർത്താവിൻ്റെ പാദത്തിങ്കിൽ പരട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കാണുമ്പോൾ ഈ ഫരിസേയൻ പറയുക, ഇവന് കഴിവുള്ളവനാണെങ്കിൽ ഇവൾ എപ്രകാരമുള്ളവളാണ് എന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ നോക്കുന്നത് അവളുടെ പാപത്തിൻ്റെ വലിപ്പത്തെയല്ല, ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പമാണ്. ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഇതാ, പാപിനിയായ സ്ത്രീയുടെ പാപത്തിൻ്റെ വലിപ്പമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പമാണ്. ദൈവത്തിൻ്റെ കരുണ എത്രയോ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പാപിനിയായവൾ തൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ അവളെ സ്വീകരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുള്ളപ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കില്ല, മാറ്റി നിർത്തും, തള്ളിപ്പറയും, കുറ്റം പറയും. പക്ഷേ കർത്താവിൻ്റെ കരുണ നിന്നെ ചേർത്ത് നിർത്തുമെന്ന് നീ തിരിച്ചറിഞ്ഞുള്ളൂ. അത്രമാത്രം കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ്ടും ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളത് അവൾ കർത്താവിന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മസമർപ്പണമാണിത്. ഏറ്റവും വിലപിടിച്ച നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം മുഴുവനും ദൈവമായിരിക്കണം, ദൈവിക ചിന്തകളായിരിക്കണം. ഈ ലോകത്തിൻ്റെ ചിന്തകളല്ല, ഈ ലോകത്തിൻ്റെ തിന്മയല്ല, ഈ ലോകത്തിൻ്റെ മോഹങ്ങളല്ല. ഹൃദയത്തിലെപ്പോഴും ദൈവിക ചിന്ത, ദൈവം വസിക്കുന്ന അവസ്ഥ, ഇത് എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഫരിസേയൻ അവളുടെ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ ഈശോ നോക്കുന്നത് അവളുടെ ഭാവിയെയാണ്. ഫരിസേയൻ അവളുടെ ഭൂതകാലത്തിലേക്ക് പോയപ്പോൾ ഈശോ അവളുടെ വർത്തമാനകാലത്തെയും അവളുടെ പശ്ചാത്താപത്തെയും അവളുടെ ഭാവിയെയും നോക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ അവസ്ഥ, പശ്ചാത്താപം, നമ്മുടെ ഭാവി, ഇതാണ് കർത്താവ് നോക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് കർത്താവ് നോക്കുന്നില്ല. കർത്താവ് നോക്കുന്നത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിന്റെ പശ്ചാത്താപം, നിന്റെ ഭാവി. നമ്മുടെ കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും, കുറവുകളെയും, ബലഹീനതകളെയും സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.